വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ ഒരു ആമസോണിൽ പ്രൈം ഓഫേഴ്സ് അതുപോലെ ഫ്ലിപ്കാർട്ടിൽ ഗോഡ് സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ലാപ്ടോപ്സൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഓഫറിൽ. നോക്കിയാൽ ഗാലക്സി വാച്ചൊക്കെ അവൈലബിൾ ആണ്, ഇയർബഡ്സ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അവൈലബിൾ ഉണ്ട്. കുറേ ലാപ്ടോപ്സ് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബെസ്റ്റ് സെല്ലിംഗ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആമസോണും ഫ്ലിപ്കാർട്ടും തമ്മിൽ രണ്ടും കൂടെ ഒരേ ടൈമിൽ ഓഫേഴ്സ് ഇടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഗെയിം ലാപ്ടോപ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഡെല്ലിൻ്റെ 15 ലാപ്ടോപ്പ് 34,000 രൂപയുടേത്, 61,000 MRP, 34ൻ്റെത് 28-ന് കിട്ടുന്നുണ്ട്. അതുപോലെ ലെനോവോ ഐഡിയാപാഡ് 3 കിട്ടുന്നുണ്ട്. ഇത് നല്ലൊരു ഓഫറാണെന്ന് തോന്നുന്നു, 42,990. ഇത് നല്ലൊരു ഓഫറായിരിക്കും. ലെനോവോ ഐഡിയാപാഡ് 3 Ryzen 5 ആണ്, 5000 സീരീസ് ആണ്. ഇത് NVIDIA RTX 2050, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഒരു ലൈറ്റ് ഗെയിമിംഗ് ഒക്കെ നോക്കുന്നവർക്ക്, എൻട്രി ലെവലൊക്കെ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും തോന്നുന്നു. പിന്നെ വരുന്നത് Asus VivoBook 15 വരുന്നുണ്ട്. i7 ആണ് വരുന്നത്. Core i7 12th ജെന്നിൻ്റെ പ്രോസറാണ് വരുന്നത്. വേറെ ഇതിൻ്റെ വിൻഡോസ് 11 ഓഫീസ് ഉണ്ട് 2021, അതിൻ്റെ കൂടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നൈസായിരിക്കും. Asusൻ്റെ i7 ആണ്, നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഗ്രാഫിക്സ് ഇൻ്റഗ്രേറ്റഡ് ആണ്, ഡെഡിക്കേറ്റഡ് അല്ല. അതിൻ്റെ ഹിഞ്ച് ഒരു 180 ഡിഗ്രി ഹിഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയാണ് ഡിസ്കൗണ്ട് കിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 48-ന് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ലാപ്ടോപ്പ് ആയിരിക്കും Asusൻ്റെ. ഗെയിമിങ് നോക്കുന്നവർക്ക് കുറച്ച് ഗ്രാഫിക്സ്, ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സുള്ള നോക്കാം. നോർമൽ വർക്കിനൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം. അല്ല, അത്യാവശ്യം ഇതിൽ ഗെയിമിംഗ് ലെവൽ CPU ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗെയിമിംഗ് ഗ്രേഡ് CPU ആണ്, അപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും. അടുത്ത് വരുന്ന HP Victus ഉണ്ട്. HP Victus RTX 3050-യുടേത് 52-ന് വരുന്നത്. ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടാവും, കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന RTX അല്ല, AMD-യുടെ Ryzen-ൻ്റെ ആണ്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സാണ്, 5000 സീരീസിൻ്റെ. അപ്പോൾ ഇത് RTX NVIDIA-യുടെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. 5600H സീരീസാണ്, 15.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്, 512 SSD, ബാക്ക് ലൈറ്റ്, കീബോർഡ്, ഡുവൽ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണിക്കുന്ന പ്രൈസ് 58 ആണ്. ഇവിടെ ഓഫറിൽ നമുക്കിത് 52, 57 റേഞ്ചിലൊക്കെ കാണിക്കുന്നുണ്ട്. ബാങ്ക് ഓഫേഴ്സ് ആണോ ഇതെന്നാൽ കാണിക്കുന്നില്ല. ഇവിടെ എഫക്റ്റീവ് പ്രൈസ് 52 കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് വേറൊരു ബഡ്ജറ്റ് ലാപ്ടോപ്പ് ഉണ്ട് നോർമൽ യൂസിനൊക്കെ വേണ്ടിയിട്ട്. Acer Aspire Lite 12th Gen i3 പ്രോസസ്സറിനൊന്ന് വരുന്നുണ്ട്. ഇതിന് പ്രൈസ് വരുന്നത് 25 ആണ്. അപ്പോൾ ഒരു 25 ലെവലിലൊക്കെ ബഡ്ജറ്റിൽ വെച്ച് ലാപ്ടോപ്പ് നോക്കുന്നവർക്ക് അത് നോക്കാം. പിന്നെ Asus TUF F15 ഗെയിമിംഗ് വരുന്നുണ്ട്. ഇതും എനിക്കൊന്നും നല്ലൊരു ഓഫറാണ്, പക്ഷേ ഇത് 11th Gen പ്രോസസ്സറാണ്, 45,000 ആണ്. ഓക്കെ, ഇത് ആ റേഞ്ചിന് ഓക്കെ ആയിരിക്കും. RTX 2050 വരുന്നുണ്ട് പ്രോസസ്സർ. ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് നോക്കുന്നവർക്ക് ഇതും കൺസിഡർ ചെയ്യാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള അതാണ് Asus TUF. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരുടെ ഒപ്പീനിയൻ നല്ലൊരു ഇതാണ് ഉപയോഗിച്ചിട്ട്. പിന്നെ വരുന്നത് ഇവിടെ 32-നൊന്ന് വരുന്നുണ്ട്, HP 15S വരുന്നുണ്ട്. 12th Gen i3 പ്രോസസ്സറുള്ള 8GB RAM, 512GB SSD. ഇതൊരു നോർമൽ വർക്കിനൊക്കെ പറ്റുമായിരിക്കും, കോഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഓക്കെ ആയിരിക്കും. പക്ഷെ ഒരു പെർഫോമൻസ് ഇൻറ്റൻസീവ് ടാസ്ക് ഒന്നും ചിലപ്പോൾ നടന്നു വരില്ല. i3 ആണ്. കൺസിഡർ ചെയ്യുമ്പോൾ i5 ഒക്കെ ഉള്ളത് നോക്കിക്കോ, i5 മുകളിലുള്ളതൊക്കെ നോക്കിക്കോ. ഇതൊന്നും പിന്നെ നോർമൽ യൂസിനൊക്കെ ആണെങ്കിൽ മാത്രം നോക്കിയാൽ മതി, ലൈക്ക് വേർഡ്, അങ്ങനത്തെ എക്സൽ, ഓഫീസ് യൂസിനൊക്കെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഡെൽ 15 വരുന്നുണ്ട്, ഐഡിയാപാഡ് സ്ലിം, Acer ALG ഗെയിമിംഗ് 12th Gen H പ്രോസറാണ്, RTX 2050 വരുന്നുണ്ട്, 16GB RAM, 512GB SSD, 48,000 ആണ് വരുന്നത്. അപ്പോൾ ഇതും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. Acer നല്ലൊരു ബ്രാൻഡാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇവർ കുഴപ്പമില്ല, നല്ല കാണാൻ നല്ലൊരു ലാപ്ടോപ്പാണ്. ഗെയിമിംഗ് ലാപ്ടോപ്പ് 12th Gen ആണ്, 2050, Windows 11 ആണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഇത് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 51 ആണ്, 52,000 കാണിക്കുന്നത്. ഇപ്പോൾ ഓഫറിൽ ഇത് ഏകദേശം എത്ര കാണിക്കുന്നത്,
48-ന് കിട്ടും. ഓക്കെ, ഇത് നല്ലൊരു പ്രൈസാണ്. ബാക്കി റിവ്യൂസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പും കോഡിംഗ് ലാപ്ടോപ്പിൻ്റെ ലിങ്ക്സ് ഞാൻ കാരണം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. പിന്നെ വേറെ കുറേ ഓഫേഴ്സ് ഹെഡ്ഫോൺസിൻ്റെ ഇതിലൊക്കെ വരുന്നുണ്ട്. സോണി ബോട്ടിൻ്റെ ഹെഡ്ഫോൺസ് വരുന്നുണ്ട്, ഇയർബഡ്സ്, ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് ഈ പ്രൈം ഡേയിൽ. അപ്പോൾ സാംസങ്ങിൻ്റെ ടാബ് വരുന്നുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ക്യാമറാസ് അവൈലബിൾ ആണ്, സ്മാർട്ട് വാച്ച് ഒരുപാടുണ്ട്. അമേസ് ഫിറ്റിൻ്റെ വാച്ച് അവൈലബിൾ ആണ് 8000-ന്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ച് നല്ല ലാപ്ടോപ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഏകദേശം ബെറ്റർ പെർഫോം ചെയ്യുന്ന